കണക്കുകൾ പുറത്തുവിട്ട കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനുവരിയിൽ റിലീസായ 17 സിനിമകളുടെ ബജറ്റും കളക്ഷൻ തുകയും പുറത്തുവിട്ടു. മുടക്കുമുതലിന് അടുത്തെത്തിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമെന്നും നിർമ്മാതാക്കളുടെ സംഘടന. സിനിമാ നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് നിർമ്മാതാക്കളുടെ സംഘടന കണക്കുകൾ പുറത്തുവിടുന്നത്. ഫെബ്രുവരിയിൽ 17 ചിത്രങ്ങൾ റിലീസ് ചെയ്തതിൽ 11 എണ്ണവും നഷ്ടത്തിലാണ് കലാശിച്ചതെന്ന് സംഘടന പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 1.5 കോടിയിലധികം മുടക്കിയ ലവ് ഡെയിൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപ മാത്രം. മുടക്കുമുതലിന് അടുത്തെത്തിയത് കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം മാത്രം. ചെലവിട്ടത് 75 കോടി രൂപ, തിരികെ ലഭിച്ചത് 23 കോടി 55 ലക്ഷം മാത്രം. ജനുവരിയിലും ഏതാണ്ട് സമാനമായ നഷ്ടമാണ് മലയാള സിനിമാ നിർമ്മാണ മേഖലയിൽ സംഭവിച്ചത്. 28 ചിത്രങ്ങൾ റിലീസ് ചെയ്ത ജനുവരിയിൽ രേഖാചിത്രം എന്ന ഒരൊറ്റ ചിത്രത്തിന് മാത്രമാണ് മുതൽ മുടക്കിന് അടുത്തെത്താനായത്. 2024 മലയാള സിനിമാ വ്യവസായ നഷ്ടം 700 കോടിയോളം രൂപയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അഭിനേതാക്കളുടെ പ്രതിഫലത്തിലുണ്ടായ ഗണ്യമായ വർധനവും GSTക്കൊപ്പമുള്ള വിനോദ നികുതി കുറയ്ക്കാത്ത സർക്കാർ നിലപാടുമാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതെന്നും സിനിമാ മേഖലയിലെ സംയുക്ത സംഘടനാ യോഗം വിലയിരുത്തുന്നു. ജനം, കൊച്ചി.